ഇവിടുത്തെ വോട്ടറാണല്ലോ. അതെ. LDFന്റെ പിണറായി ജയിക്കോ എന്നുള്ളതാണ് ചോദ്യം. വിജയിക്കോ എന്നുള്ളതെല്ലാം ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം 52,000-അടുത്തായിരുന്നു ഭൂരിപക്ഷം. അത് എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ പ്രാവശ്യം 70,000-ന് മുകളിൽ കിടക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ വൻ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിപ്പിക്കും. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമാനതകളില്ലാത്ത ഒരു വികസനമാണ് ഈ 2 ടേമായിട്ടും പിണറായി സർക്കാർ കേരളത്തിൽ ചെയ്തത്. പ്രത്യേകിച്ചിട്ട് അതിലെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖല, അതേമാതിരി തന്നെ ഹോസ്പിറ്റല്, റോഡുകള്, ഇതിനേക്കാളൊരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ. അപ്പൊ ഈ 4 കാര്യം കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസവും അവർക്ക് ആശ്വാസവും കൺമുന്നിൽ കാണാൻ പറ്റുന്ന ഒരു വികസനമാണത്. അതുകൊണ്ട് 70,000-ന് മേലെ ഭൂരിപക്ഷം കിട്ടുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷയും വിശ്വാസവും. ഇത്തവണ UDF പറയുന്ന മുമ്പ് മുതലേ പറഞ്ഞു കേൾക്കുന്നത് എന്താ വെച്ചാൽ പിണറായി എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. അപ്പൊ അതിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് അബ്ദുൾ റഷീദ് എന്നാണ് അവര് കണക്ക് കൂട്ടിയത്. അതായത് ഇതിനേക്കാളും വലിയ കൊമ്പന്മാര് വന്നിട്ട് ഇവിടുന്ന് പോയ സ്ഥലമാണ് ധർമ്മടം എന്ന് പറയുന്നത്. ഏകദേശം എന്റെ ഓർമ്മ വെച്ചാലും മുതൽ സഖാവ് O ഭരതാട്ടം മത്സരിച്ച് ഇങ്ങോട്ട് വരെ സുധാകരൻ മുതൽ പലരും വന്നിട്ട് പോയ ഒരു മണ്ഡലാണ്. ഏതായാലും സുധാകരന്റെ അത്രയൊന്നും വരില്ലല്ലോ ഈ റഷീദ്. ഈ റഷീദ് എന്ന് പറയുന്ന പേര് നമ്മൾ പലയിടത്ത് കേട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിനെ പറ്റി ധർമ്മടം മണ്ഡലത്തിൽ ഇപ്പൊ ആദ്യമായിട്ട് അറിയില്ല. പിന്നെ തളിപ്പറമ്പ് മത്സരിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. പക്ഷെ ധർമ്മടം മണ്ഡലം എന്ന് പറയുന്നത് ഇത് ചുവപ്പിന്റെ കോട്ടയാണ്. അതിന് യാതൊരു സംശയമില്ല. അപ്പൊ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. കേരളം 3ാം വട്ടത്തിലേക്കും നല്ല ഒരു ഭരണം കാഴ്ചവെക്കാനുള്ള സാഹചര്യം കേരള ജനത കൊടുക്കും തന്നെയാണ് എന്റെ വിശ്വാസം. 3ാമതും കൊടുക്കും.